10,800 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. 5,500 കോടിയിലധികം രൂപ ചെലവിൽ BPCLലും 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ദേശീയപാത പദ്ധതി, 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കോഴിക്കോട് ബൈപ്പാസ് അടക്കമുള്ളവയാണ് നാടിന് സമർപ്പിച്ചത്. കേരളം സൗരോർജ്ജ മേഖലയിൽ മുന്നേറണമെന്നും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് കേരളത്തിൽ ധാരാളം സാധ്യതകളുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ग्रीन और क्लीन एनर्जी की आवश्यकता है और भारत सोलर पावर के मामले में दुनिया के टॉप के देशों में से एक बन चुका है. हमारा प्रयास है कि केरलम भी सोलर पावर जनरेशन में और आगे बढ़े. इसी मकसद से आज वेस्ट कलाड़ा उसमें 50 मेगावाट के फ्लोटिंग सोलर प्रोजेक्ट का फाउंडेशन स्टोन रखा गया है. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന 5,500 കോടിയിലധികം രൂപ ചെലവുള്ള പോളിപ്രൊപ്പലിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ച മുഖ്യ പദ്ധതികളിലൊന്ന്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 6-വരിപ്പാത, 2,140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസ്, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും കൊച്ചിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മന്ത്രിയെ ഒഴിവാക്കിയതും സർക്കാർ ചടങ്ങ് ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും പ്രധാനമന്ത്രി വേദിയിൽ പരാമർശിച്ചില്ല. സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ച ചടങ്ങിൽ ഹൈബി ഈഡൻ MP പങ്കെടുത്തുവെങ്കിലും ബെന്നി ബെഹനാൻ MP, ഉമാ തോമസ് MLA എന്നിവർ സന്നിഹിതരായിരുന്നില്ല. 6 लेन की सड़क बनने से अलीकल पोर्ट की कनेक्टिविटी बेहतर होगी. 6 लेन के कोझिकोड बाईपास से जाम की समस्या कम होगी और इससे ट्रेवल टाइम भी बहुत बच सकेगा. इन सारे प्रोजेक्ट से केरलम के किसानों को लाभ होगा, यहां टूरिज्म और दूसरी इंडस्ट्री को बल मिलेगा. अराउंड 11,000 करोड़ रुपीस के प्रोजेक्ट का शिलान्यास और लोकार्पण हुआ है. मैं केरलम की जनता को इन प्रोजेक्ट्स के लिए बहुत बहुत बधाई देता हूं. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.